വലിയ വോട്ടിംഗ് ശതമാനം തന്നെയാണുള്ളത്. അതിനോടൊപ്പം തന്നെ തൃശ്ശൂരിൽ ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന ഒരു ഇടം കൂടിയാണ്. എന്നോടൊപ്പം LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണനാണുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം വളരെ ചിട്ടയോടുകൂടിയാണ്. അവർക്ക് നിലനിൽക്കുന്ന വോട്ടുകളെക്കുറിച്ച്, കിട്ടാനിരിക്കുന്ന വോട്ടുകളെക്കുറിച്ചൊക്കെ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്കൽ ധാരണകളുണ്ട്. അപ്പോൾ മുന്നണിയായിട്ടും പാർട്ടിയായിട്ടും സംസാരിക്കുമ്പോഴും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അസസ്മെൻറ്റ് കൊണ്ടും ഈ വോട്ടിംഗ് ശതമാനം കൂടിയത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് കൂടുതൽ വരിക. ഏജൻസി വോട്ടർമാർ ഇത്തവണ കൂടുതലായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണോ ഒരു കണക്ക്? ഏതാണ്ട് മനസ്സിലാക്കിയത് ജൻസി വോട്ടർമാരൊക്കെ നല്ല ആവേശത്തോടു കൂടി പോളിംഗ് ബൂത്തുകളിൽ വന്നിട്ടുണ്ടെന്നാണ്. അവർ രാഷ്ട്രീയമായി കുറെ കൂടി നമ്മളെക്കാൾ ഉൾക്കാഴ്ചയുള്ളവരാണ്. അവർ രാഷ്ട്രീയം നമ്മൾ പഠിക്കുന്ന രീതിയിലല്ല പഠിക്കുന്നത്. അവർക്ക് കുറെ കൂടി പുതിയ സംവിധാനങ്ങളുള്ളതുകൊണ്ട് അവർ രാഷ്ട്രീയത്തിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് വളരെ കൃത്യമായി അസസ് ചെയ്ത് വൻ ഭൂരിപക്ഷമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ത്രികോണ മത്സരമാകുമ്പോൾ അതിൻ്റെ ഒരു ടൈറ്റായിട്ടുള്ള മത്സരമാണ്. എങ്കിലും വളരെ മോശമല്ലാത്തൊരു ഭൂരിപക്ഷം ലഭിക്കും. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ തലമുറയുടെ വോട്ടിംഗ്, മറ്റൊന്ന് ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗത വോട്ടുകൾ ചോർന്നു പോവുകയില്ല.